എൻ്റെ കൂടെയുള്ള 2 മക്കളും കൊല്ലം സുധിയുടെ ചോരയിലുള്ള കുഞ്ഞുങ്ങളാണ്. ഇവർക്കുണ്ടോ സുധിയുടെ ചോരയിൽ പറഞ്ഞ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവർക്ക്? ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. തമാശ കളിക്കരുത്. തമാശയല്ല, ഇത് അതിൻ്റെ റെസിപ്റ്റാണ്. അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു, ഞാൻ കള്ളത്തരം പറയുകയാണ്, പല ചാനലിലും വലിച്ചേറി ഒട്ടിച്ചൂടെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. നമുക്കെല്ലാം പറഞ്ഞു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. കാരണം എന്തെന്ന് വെച്ചാൽ എന്നെ പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു. തല ഇത്തിരി താഴ്ത്തി തന്നാൽ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും. അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. അതെനിക്കിഷ്ടമില്ല. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. ഇത് പണിയാവോ? പിന്നെ ഇന്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് എന്തുവാ സുധിച്ചേട്ടനിൽ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്. ഇവർക്കുണ്ടോ സുധിയുടെ ചോരയിൽ പറഞ്ഞ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവർക്ക്? ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തിയല്ല. അതെ, പിന്നെ നീ ഇണക്കത്തി കൊണക്കാൻ നിൽക്കണ്ട. സുധിച്ചേട്ടനിൽ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്. അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക, അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത്. പല്ല് പറിച്ചു വിട്ട മൂർക്കം പാമ്പിനെ നിങ്ങൾ നോവിച്ചു വിട്ടേക്കണേ. അയാള് പത്തി വിടർത്തും കൊത്തും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അവര് സർക്കിളിൽ അവർക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർക്കത് പൊട്ടും, കുരു പൊട്ടും. അതാണ് അവരിപ്പം ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഞാൻ തെറ്റാണോ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കുറച്ചുകൂടിയൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ചുകൂടിയൊക്കെ ചിന്തിച്ച് പെരുമാറിക്കൂടെ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഈ വിഡ്ഢിത്തനങ്ങളൊക്കെ ആരാണ് വിളമ്പി തരുന്നത്? ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആരാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി.